മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണാനുള്ള മാനുഷികമായ മനോവിശാലത നാം എപ്പോഴും കൈവിടരുത്. ഒരിക്കലും അത് കൈവിട്ട് കളയരുത്. നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മളോട് എന്ത് പറയുന്നു, ഏത് മുഖത്തോട് കൂടി വീക്ഷിക്കുന്നു, അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ അള്ളാഹുവിനെ മാനസികമായി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് എങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സമൂഹമാണ് എങ്കിൽ, ആ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മാനസികമായ അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സീറ്റ് നൽകുന്നത്. ഇവിടെ സ്റ്റേജിലാണ്, ആഖിറത്തിൽ ചെല്ലുമ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ആർക്കും പറയാൻ കഴിയില്ല. അതിനുള്ള മാനദണ്ഡം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അവിടെ സ്റ്റേജിൽ സ്ഥാനം കിട്ടാൻ, അവിടെ അലങ്കരിക്കപ്പെടാൻ, അവിടെ അംഗീകരിക്കപ്പെടാൻ എന്റെയും നിങ്ങളുടെയും മാനസികമായ ഉള്ളവരിൽ അള്ളാഹുമായുള്ള ബന്ധം, അള്ളാഹുവിന്റെ വഹദാനിയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രൂഢമൂലമാണ് എങ്കിൽ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയൻ. എന്റെ വാക്കുകളല്ല, പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാണ്. ഈ സന്ദർഭോചിതമായി ചില വാക്കുകളുടെ പേരിൽ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നാം ഒരിക്കലും ഒരു നിലയിലുള്ള വിഭാജനത്തിനും അല്ലെങ്കിൽ മറ്റു നിലയിലുള്ള യാതൊരു നിലയിലുള്ളതായ മാനസികമായ ബുദ്ധിമുട്ടുകൾക്കും വശംവദരാകാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തെയും അള്ളാഹുവിന്റെ തൃപ്തിയെയും പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ കാതലായ നിലയിൽ തന്നെ അടിസ്ഥാനപരമായ സധൈര്യം ഈ രംഗത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ സഹായത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ള ഒരു വിനീതമായ അപേക്ഷയാണ് ഈ